I, K. Muralidharan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. മന്ത്രിസഭയിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലിയിരുന്നുവെങ്കിൽ ഇപ്പോഴിത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം MLA ആയും ഇംഗ്ലീഷിൽ തന്നെയാണ് സത്യവാചകം ചൊല്ലുന്നത്. 2011-ലും 2016-ലും വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചു കയറിയ മുരളീധരൻ ഇത്തവണ VK പ്രശാന്ത്, R ശ്രീലേഖ ഈ കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ മന്ത്രിസ്ഥാനം കൂടി ആരോഗ്യമന്ത്രി കൂടിയായ K. മുരളീധരൻ ആണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലിയത്. ശ്രീ V. മുരളീധരൻ. K. മുരളീധരന് പിന്നാലെ V. മുരളീധരനും ആദ്യമായി സഭയിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കുമോ എന്നൊക്കെ ഒരു ഘട്ടത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ കഴക്കൂട്ടത്താണ് മത്സരിച്ച് വിജയിച്ച് കയറി. ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആദ്യ വിജയം ആണ് BJPയെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടത്ത് നിന്ന് V. മുരളീധരനും തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ആദ്യത്തെ വിജയം എന്നതാണ്. മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയാണ് 428 വോട്ടുകൾക്ക് അവസാന നിമിഷം വരെ വോട്ടെണ്ണലിൻ്റെ ഫലം എന്ത് എന്ന് കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആയിരുന്നു. നേരത്തെ രാജ്യസഭാംഗം, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒക്കെ പ്രവർത്തിച്ച മുരളീധരന് ഇനി MLA എന്ന ദൗത്യം ആണ് ഉള്ളത്. ശ്രീ നജീബ് കാന്തപുരം. കഴിഞ്ഞ നിയമസഭയുടെ അവസാന കാലഘട്ടത്തിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു നജീബിൻ്റേത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ആണ് ഏറ്റവും അധികം 8 അട്ടിവെച്ച പോലെ എന്ന പരാമർശം നജീബിനെ ഉദ്ദേശിച്ച് നടത്തിയത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ നജീബിന് കേവലം 38 വോട്ടുകൾക്ക് 2021 വിജയിച്ച നജീബിന് 32,000 വോട്ടുകളാക്കിയത് മാറ്റാൻ സാധിച്ചു. ഭൂരിപക്ഷം എന്നതായിരുന്നു പെരിന്തൽമണ്ണയുടെ കൗതുകം. നജീബ് കാന്തപുരം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.